ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 167/2025 ചോദിച്ച വുമൺ ആൻഡ് ഫയർ റെസ്ക്യൂ ഓഫീസർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉർവശി പട്ടാലയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഇന്ത്യ വിഭജനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാമാണ്? ആൻസർ ബി ആണ്. ജോർജ് യൂള്, ആനന്ദമോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെൽസൺ ഗുപ്ത. 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രങ്ങൾ ഏതെല്ലാം? പശ്ചിമോദയവും രാജ്യസമാചാരവും. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തിയാണ് M.R. രാഘവ വാര്യർ. താഴെ പറയുന്ന ശരിയായ ജോഡികൾ ഏവയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ്. ബിൽഹന വിക്രമാംഗദേവ ചരിത്രമാണ്. അതുല മൂഷകവംശ മഹാകാവ്യം. പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ടോപ്പോഗ്രാഫിക് മാപ്പുകളിൽ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ളത്, ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഡി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ എ, ബി, സി എന്നിവ ശരിയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ. ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് സി ആണ് തെറ്റായത്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എ, ബി, ഡി എന്നിവയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കച്ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള പർവ്വതനിരയാണ് സിവാലിക്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക. ആൻസർ ഖാരിഫ് എന്ന് പറയുന്നത് നെല്ല് ചോളമാണ്. റാബി എന്ന് പറയുന്നത് ഗോതമ്പ് ബാർലി. സെയ്ദ് തണ്ണിമത്തൻ പച്ചക്കറികൾ. ഖാരിഫ് നെല്ല് ചോളം, റാബി ഗോതമ്പ് ബാർലി, സെയ്ദ് തണ്ണിമത്തൻ പച്ചക്കറികൾ. ISROയുടെ ആദ്യത്തെ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത് 3 മാത്രമാണ്. ശരിയായത് 1ഉം 2ഉമാണ്. ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ് ആദിത്യ L1. 2023 സെപ്റ്റംബർ 2-ന് PSAV-C-57 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. അപ്പോൾ 2023 സെപ്റ്റംബർ 2-ന് PSAV-C-57 ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൺ ആണ്. അപ്പോൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയാണ്? വില്യം ഗൗഡ്, നോർമൻ ബോർലോഗ്, ഡോക്ടർ MS സ്വാമിനാഥൻ. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയമാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായത് 1ഉം 2ഉമാണ്. അത്യുൽപാദന ശേഷിയുള്ള വ്യതിയാനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും. നീതി ആയോഗിൻ്റെ ആസ്ഥാനമാണ് ഡൽഹിയാണ്. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ബജറ്റ് 2023-24. അടുത്ത കാലത്തെ വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണമാണ്. അപ്പോൾ അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണമാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ശരിയല്ലാത്തത് 2ഉം 3ഉമാണ് ശരിയല്ലാത്തത്. 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്ക് ഒരു ഭരണഘടനാ രൂപം നൽകി. ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു. ഇത് രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണെന്ന് ചോദിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആയിരിക്കും എന്നതാണ് റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1955 ഇന്ത്യൻ പൗരത്വം നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരൻ്റെ
ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടനയെ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത. നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യം ഹനിക്കരുത്. അപ്പം ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 20 ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുത എന്താണ്? നിയമ നടപടിക്രമത്തിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യം ഹനിക്കരുത് എന്നാണ് അനുച്ഛേദം 20 പറയുന്നത്. താഴെ പറയുന്ന തെറ്റായ വസ്തുത ഏതെല്ലാം എന്ന് വെച്ചാൽ ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ബാക്കി മൂന്നും ശരിയാണ്. 47 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി തീർന്നു. 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 42 ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ 42 ഭരണഘടനാ ഭേദഗതി ഒരു ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 44 ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി തീർത്തു. ഇത് മൂന്നും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകൾ ഏതെല്ലാം എന്ന് വെച്ചാൽ 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള വസ്തുതകൾ. ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയാക്കി സ്വീകരിച്ചത്. മൗലിക കടമകൾ എവിടെ നിന്നും കടകൊണ്ടതാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. മൗലിക കടമകൾ അനുച്ഛേദം 51A ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം മൗലിക കടമകൾ അനുച്ഛേദം 51A മൗലിക കടമകൾ എടുത്തിട്ടുള്ള സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുത 7 ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ആൻസർ 2ഉം 4ഉമാണ്. ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം. 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. അപ്പം ഈ താഴെ കൊടുത്തിരിക്കുന്ന 7 ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകളിൽ ശരിയായിട്ടുള്ളത് 2ഉം 4ഉമാണ്. 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2023 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബിൽ അറിയപ്പെടുന്നത് ജൻ വിശ്വാസ് ബില്ലാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് രാജ്യസഭയുടെ ലോകസഭയുടെ സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വിവരങ്ങൾ ഏതെല്ലാം എന്ന് വെച്ചാൽ ഒന്നാണ് ശരിയായിട്ടുള്ള വിവരം. അതായത് പാർലമെൻറ്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രധാനമന്ത്രിയാണ്. ഇത് മാത്രമാണ് ശരിയായിട്ട്. അപ്പോൾ പാർലമെൻറ്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രധാനമന്ത്രിയാണ്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് വെച്ചാൽ ഇവയെല്ലാം ശരിയായ പ്രസ്താവനയാണ്. മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വനിതാ മിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അപ്പം മിത്രയെക്കുറിച്ചാണ്. മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വനിതാ മിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്രം സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 2ഉം 4ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പോൾ ബന്ധപ്പെട്ടതാണ് 1ഉം 3ഉം. തണ്ണീർത്തട അതോറിറ്റിയുടെ അധ്യക്ഷൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തട പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മാപ്പ് തയ്യാറാക്കുന്നത് തണ്ണീർത്തട അതോറിറ്റിയാണ്. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ പേരാണ് കേരള ട്രൈബൽ പ്ലസ്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികൾക്ക് സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് കൂട്ട്. അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? IgM. ലാറ്റിറ്റ്യൂഡിലെ ഗ്രേഡിയൻറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. അപ്പം ലാറ്റിറ്റ്യൂഡിലെ ഗ്രേഡിയൻറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കും? സന്ധികളിലെ കാർട്ടിലേജ് നശിക്കലാണ്. സന്ധികളിലെ എന്താണ്? കാർട്ടിലേജ് നശിക്കലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓനോതെറെ ലാംപ്കിയാന
എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന? ആൻസർ മ്യൂട്ടേഷൻ സിദ്ധാന്തമാണ്. ഓനോതെറെ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂട്ടേഷൻ സിദ്ധാന്തം. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജെവൈ. അംഗീകൃത സാമൂഹ്യാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. താഴെ പറയുന്ന മർദ്ദത്തിൻ്റെ യൂണിറ്റ് kg/m/s. അടുത്ത ക്വസ്റ്റ്യന് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും ശരിയാണ്. അൾട്രാവയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളേക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട്. അൾട്രാവയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളേക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട്. എക്സ്റേക്ക് ഗാമ വികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. മുകളിൽ കൊടുത്ത പ്രസ്താവന ശരിയായത് രണ്ടും ശരിയാണ്. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജം 200 കിലോവാട്ട് ആണെങ്കിൽ ആകെ ഊർജത്തിൻ്റെ അളവ് ജൂളിൽ എത്രയാണ് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്ന് പറയുന്നത് എ ആണ്. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? നിഹോൺ ഹിഡാൻക്യു ആണ്. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്ന? ബോയിൽ നിയമമാണ്. പാലിനാണോ തൈരിനാണോ pH കൂടുതൽ എന്ന് വെച്ചാൽ പാലിനാണ് pH കൂടുതലുള്ളത്. ഗ്രാഫീൻ എന്താണ്? കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എവിടെയാണ് നടന്നത്? 1975 ഇംഗ്ലണ്ട്. താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായത് എല്ലാം ശരിയാണ്. മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ദാസ്യ നൃത്ത കലാരൂപമാണ്. ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തമായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സാതി തിരുനാൾ. താഴെ പറയുന്ന ഏതാണ് ആദ്യം സംഭവിച്ചത്? ആൻസർ പഴശ്ശി കലാപമാണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ശരിയായത് ഏത്? 1ഉം 2ഉമാണ്. 2025 ONV പുരസ്കാരം കവി N പ്രഭാവർമ്മയ്ക്കാണ്. 2025 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ആണ്. കാർബൺ ന്യൂട്രൽ ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏത് എന്ന് വെച്ചാൽ ആൻസർ വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്.